ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും വേഗം വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കും. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താലാണ് ഹാബേൽ ദൈവത്തിന് ഉത്തമമായ ഒരു യാഗം കഴിക്കുവാൻ ഇടയായിത്തീർന്നത്. ഹാബേൽ തൻ്റെ ദൈവത്തിന് അർപ്പിച്ച ആ ഉത്തമമായ യാഗം എന്തായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്നു തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ തനിക്കുള്ള ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലത് എന്നർത്ഥം. മേധസ് എന്നാൽ എബ്രായ ഭാഷയിൽ ഏറ്റവും നല്ല ഭാഗം എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഹാബേൽ ഏറ്റവും നല്ലതാണ് വഴിപാടായി ദൈവത്തിന് നൽകിയത്. അതുകൊണ്ട് അവൻ്റെ വഴിപാട് ഏറ്റവും ഉത്തമമായ യാഗമായി ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഈ ദൈവജനത്തെ ശ്രവിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായത് നീ ദൈവത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറാകണം. നിന്റെ ആരാധനയുടെ ഉത്തമമായ ഭാഗം ദൈവത്തിന് നീ സമർപ്പിക്കുവാൻ തയ്യാറാകണം. നിന്റെ ജീവിതത്തിൻ്റെ ഉത്തമ സാക്ഷ്യമുള്ള വ്യക്തിയായി ജീവിക്കുവാൻ നീ തയ്യാറാകണം. അങ്ങനെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായത് നൽകുവാൻ നീ തയ്യാറായാൽ, നിശ്ചയമായും ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ച ദൈവം നിന്റെ യാഗത്തിലും പ്രസാദിക്കുവാനിടയായിത്തീരും. വാത്സല്യ ദൈവകുഞ്ഞെ, ഈ പ്രഭാതത്തിൽ ഈ ദൈവജന ചിന്ത നീ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സാഹചര്യമായാലും കുഞ്ഞെ, അതിനെ തരണം ചെയ്യുവാൻ നീ ദൈവത്തെ പ്രസാദിപ്പിച്ചേ മതിയാകൂ. അതിനുവേണ്ടി നീ ഒരു വിശുദ്ധ യാത്ര നീ നടത്തണ്ട. അതിനുവേണ്ടി നീ ഒരു യാഗം കഴിക്കണ്ട. പിന്നെയോ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായത് ഏതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ, അതിനെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുക. മറ്റൊന്നുമല്ല, നിന്റെ ആരാധനയും നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധ ജീവിതവും ഏറ്റവും ഉത്തമമായ നിലയിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇപ്പോൾ നീ ഒരു തീരുമാനമെടുത്താൽ, കുഞ്ഞെ, നിന്റെ തീരുമാനത്തിന്മേൽ സ്വർഗം പ്രസാദിക്കുവാനിടയായി തീരും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാതിരിക്കുന്ന നന്മകൾ, നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കാതെ പോയ അനുഗ്രഹങ്ങൾ, ഇന്ന് പകൽക്കാലം ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ അത് മുഴുവൻ മടക്കി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ ഈ ദൈവവചന ശുശ്രൂഷ നീ കേൾക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന സ്വർഗത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ നീ തയ്യാറായാൽ, കുഞ്ഞെ, ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുന്നത് നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാബേൽ കഴിച്ചതുപോലെ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഉത്തമമായൊരു യാഗം ദൈവസന്നിധിയിൽ കഴിക്കുവാൻ തയ്യാറാകുക. നിന്റെ ഏറ്റവും ഉത്തമമായ ആരാധന, നിന്റെ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന, നിന്റെ ഏറ്റവും ഉത്തമമായ സാക്ഷ്യജീവിതം, ഇത് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ നീ തയ്യാറാകുമോ? എന്നാൽ നിന്റെ മുൻപിൽ അടയപ്പെട്ട വാതിലുകൾ ഈ പ്രഭാതത്തിൽ തുറക്കപ്പെടുവാനിടയായി തീരും. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അത് നിന്റെ ജീവിതത്തിന് വലിയ വിടുതലായി മാറുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഭാരത്തോടെയോ വിഷമത്തോടെയോ ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഈ വചനങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ, കുഞ്ഞെ, നിന്റെ ദിവസത്തിലെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ സമയത്തെ നീ ദൈവത്തിന് വേണ്ടി നൽകിയാൽ, നിശ്ചയമായും
ദൈവം നിന്നോട് സംസാരിക്കുവാനിടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിനു വേണ്ടി ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നീയും അത് ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ആയതിനാൽ ദൈവസന്നിധിയിൽ ഏറ്റവും ഉത്തമമായത് സമർപ്പിച്ച് ഒരു നല്ല ദൈവവൈതലായി ജീവിക്കുവാനും ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ.